ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ. ഇത് ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ ചെറിയ ക്യാരറ്റാണ്. വലിയ ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ ഒരു 3 അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു വെള്ളം കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഇട്ടിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ ഈ ഒരു ക്യാരറ്റിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 1/2 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റവ എടുക്കുമ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് പാല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ പാല് ചേർത്ത് കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയത്. ഇനി ഇതിലേക്ക് നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിത്തിരി ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് നമ്മളെ ഈ ഒരു പാനിൽ നിന്നൊക്കെ വിട്ടുപോരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ റവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സമയം കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കണ്ടോ, പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടുപോരുന്ന ഈ ഒരു രീതി ആവുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റവ ഒക്കെ നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറണം കേട്ടോ. നന്നായിട്ട് ചൂടാറേണ്ട ആവശ്യമില്ല. ഒരു ഇളം ചൂടാവുമ്പോൾ നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ചൂടാറിയ സമയത്ത് അതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ബോൾസ് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഗുലാബ് ജാമുൻ്റെ ഒക്കെ ഒരു വലിപ്പല്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ബോൾസ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ബോൾസാക്കി എടുത്തിട്ടുള്ളത്. നല്ലൊരു കളറും ആയിരിക്കും കേട്ടോ, നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും. ഇപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കണം, ആവിക്ക് വേവിച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കുറച്ച് സമയം വെച്ചപ്പോഴേക്ക് തന്നെ നമ്മളെ ഈ ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതൊന്ന് ചൂടാറണം. അപ്പോൾ ഞാനിതാ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല ഈ ബോൾസൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമുക്ക് ഇതിനുള്ള ആ ഒരു പാല് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇതാ വീണ്ടും വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാലിതാ ഏകദേശം നന്നായിട്ട് തിളക്കാൻ സമയമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ 3 ഏലക്ക പൊടിച്ചതല്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കയും കൂടി ചേർത്ത് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ചിട്ട് ബാക്കി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡെസേർട്ടിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അതൊന്ന് അലിഞ്ഞ് വരുന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് 1 സ്പൂണ് അരിപ്പൊടി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഡെസേർട്ട് നമുക്കൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു കുറുന്നനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ 1 സ്പൂണ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇതാ ഞാനത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്തെടുത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ചൊരു തിക്ക് ആയിട്ടുള്ള പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ക്യാരറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഡെസേർട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് തിക്കിലായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് നല്ല തിക്കിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. അതല്ല കുറച്ചൊരു ലൂസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ബദാമും പിസ്തയൊക്കെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നട്ട്സ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിലുള്ള നമ്മളെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.